ഒരു ഹരിയർ ഫോർട്ട് എന്നുള്ളൊരു ലക്ഷ്യം, അതെ ലക്ഷ്യം നടപ്പാകാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിനിലല്ല പോകുന്നത്, ഫ്ലൈറ്റിലാണ്. നമുക്ക് റിച്ച് ആണ് ഗൈസ്. Under the seat in front of you and take your allocated seats immediately. This will allow other customers to pass by you and we can be underway quickly for an on-time departure. Thank you. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ പറയുന്നതായിരിക്കും. അതെ. ആക്ഷൻ കൊടുക്കും. വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഹരിയർ ഫോർട്ട്. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള ഒരു യാത്രയാണ്. രാവിലെ തന്നെ ഇറങ്ങി വില പേശി നിങ്ങളുടെ ശരിക്കും വെച്ചാൽ അമ്മ സമ്മതിച്ചു. അതെ നമ്മൾ ഓട്ടയായി. നിങ്ങൾക്ക് നമുക്ക് അറിയത്തില്ല ഇത്രയാണ് അറിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു വിജയമാണ്. അതെ അതെ. പക്ഷെ ഇവിടുത്തെ വഴികൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇനി വളരെ ഓഫ് റോഡാണ്. കാറിൽ അവർ പറയുന്നത് ഇങ്ങോട്ടേ പോകത്തുള്ളൂ. കോട്ടയുടെ ഒരു നില ഇവിടെ വരുന്നില്ല. അത് സത്യം. അവസ്ഥ കാണിച്ചു തരാം. നമ്മളങ്ങനെ പാലം കയറിയിരിക്കുന്നു. പാലം കയറിയപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അയൽക്കൂട്ടമോ എന്തോ ആണ്, CDSൻ്റെ മീറ്റിംഗ് ആണ് നടക്കുകയാണ്. പുരുഷ സഹായ സംഘത്തിൻ്റെ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര വലിയ ചർച്ചയിലാണ്. ചേച്ചിമാർ വേറെ രീതിയിൽ ഇരിപ്പുണ്ട്. വേറെ ഇരിപ്പുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റോഡൊന്നും വെള്ളത്തില്ല, ഭയങ്കര റോഡുണ്ട്. റോഡ് പോലെയൊക്കെ തന്നെ 500 രൂപ മേടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇവന്മാർക്ക് പക്ഷെ അതൊരു കെയറിങ്ങില്ലല്ലോ. പക്ഷെ ഇവിടുന്ന് തിരിച്ച് നിങ്ങൾ വൺ സൈഡായിട്ട് എടുക്കാറുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തിരിച്ച് വണ്ടി ചാൻസ് ഇല്ല ഇവിടെ. മാക്സിമം നിങ്ങൾ റിട്ടേൺ കൂടെ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാം. എന്ന് പറയുമ്പോൾ അവരോട് സംസാരിച്ച് ചെയ്യാം. 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 1200 പറഞ്ഞത്. പക്ഷെ ഞങ്ങള് വൺ സൈഡ് വെച്ച് പറഞ്ഞാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വരുന്ന വഴിയും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്കൊരു ബസ് വണ്ടി ആകെയുള്ള 2 JCB അല്ലാതൊന്നുമില്ല. തിരിച്ചിവിടെ ബുക്ക് ചെയ്ത് വരേണ്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു ഗായ്സ്. ഹലോ ഗായ്സ്, ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 30 രൂപ വെച്ചായിട്ടുണ്ട്. ഓട്ടോ ബൈ വെയിറ്റിംഗ് ആണ്. ഇവിടെ റേഞ്ച് ഒന്നുമില്ല, കയ്യിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഹർഷവാടിയിൽ വെച്ചുണ്ട് റേഞ്ച്. അവിടെ നിർത്തിയിട്ട് ഇവിടെ റൂമും കാര്യങ്ങളൊന്നും പാടശോകമാണ്. അതെ, അത്യാവശ്യം പശുത്തൊഴുത്തെങ്കിലും കിട്ടും. പശുത്തൊഴുത്ത് പോലത്തെ ഓർമ്മയുണ്ട്, ചീപ്പസ്റ്റ്. പക്ഷെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് ആണ്. ഇതാണ് ട്രക്കിംഗ് പോയിന്റ്. ആവും ഇവിടെ കൊണ്ടുവിടും. ഓട്ടോ ബൈ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റേഞ്ചുള്ള സ്ഥലത്ത് ഓട്ടോ ബൈ പോയി നിൽക്കാന്ന് പറഞ്ഞു. ഇതിന്റെ മേളിൽ ജിയോയ്ക്ക് മാത്രം റേഞ്ച് ഉള്ളതെന്നാണ് പറയുന്നത്. എയർടെൽ ബാക്കിയുള്ളതൊക്കെ റേഞ്ച് കുറവാന്നുള്ളതാണ്. ഞങ്ങൾ ആകെപ്പാട് എടുത്തിട്ടുള്ളത് എനർജി ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവന്നു. എനർജി ഡ്രിങ്ക് ഇങ്ങനെ കയറി തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ എത്താറാകുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ആ മേളിൽ കാണുന്നതാണ് ഹരിയർ ഫോർട്ട്. അവിടെ മയിലൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഹരിയർ ഫോർട്ടിൻ്റെ മെയിൻ ട്രക്കിങ് എത്തിയത്തില്ല, സ്റ്റേഴ്സ് ഒന്നും. അതിനു മുമ്പുള്ള കയറ്റം തന്നെ നമ്മളിപ്പോൾ ടയേർഡായി. ഇതിങ്ങനെ കാണുമ്പോൾ കുത്തനെ അല്ലെന്ന് തോന്നും.
നല്ല കുത്തനെയാണ് ഗായ്സ്, നല്ല ഹൈറ്റില്ല. നോക്ക് ഗായ്സ്, ഇത് തന്നെ ഒരു 90 ഡിഗ്രി ഉണ്ട്. 90 ഒന്നുമില്ല, ഒരു 70 ഒക്കെ കാണും. അങ്ങനെ ഞങ്ങൾ മല കയറി കഴിഞ്ഞു. ഇനിയാണ് സ്റ്റെപ്പ് കയറി. വന്ന വഴി തെറ്റായിരുന്നു. വന്ന വഴി നല്ല രീതിയിൽ തെറ്റിപ്പോയി. ഞങ്ങൾ ഈ പാറയൊക്കെ വലിഞ്ഞേറിയാ വന്നു. അതിപ്പോൾ ഒരു റോക്ക് ക്ലൈംബിങ് പോലെ ആയിപ്പോയി. ഭയങ്കര ഇതാണ് വഴി. ഇതിലെ അല്ല വഴി സത്യത്തിൽ. ഇതിനി ഞങ്ങൾ ചാടിക്കിടക്കണം. ഈ ഗേറ്റ് ഇതിലെ കയറി ഇത് ചാടിക്കിടക്കണം. ഗേറ്റിന് ചാടിക്കിറക്കണം. അല്ല വരേണ്ടത്, ഇങ്ങനെയല്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ ഇതെവിടെ നോക്കിയാലും ഹരിഹർ ഫോർട്ട് പോലെ ഒരു കുനിപ്പുണ്ട്. നോക്ക് ഗൈസ്, ഓരോ മലയും അതെ. ഇനി ഇതൊക്കെ ചാടി കളിക്കണം ഗൈസ്. ഞങ്ങളങ്ങനെ കുറച്ച് കയറിയിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ നടന്ന് ഇവിടെ കയറി. അതെ, പകുതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൈവരിയൊക്കെ കാണുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്കൊരു ബായി കൂടെ കിട്ടിയിട്ടുണ്ട്. രാജസ്ഥാനാണ്. രാജസ്ഥാൻ ബൈ ബൈ. ഹായ് സ്റ്റേപ്പുലി. ഹായ്. അങ്ങനെ ഞങ്ങൾ ബായി ഞങ്ങളോട് കൂട്ടിന് ഇവിടെ ഇരിക്കുക. ബായി ഒറ്റയ്ക്ക് വന്നതാണ്. ഇപ്പൊ സോളോ റൈഡറായി ബായി. ഗ്രൂപ്പ് റൈഡർ. ഓക്കെ, തിരിച്ചിറങ്ങുവാണല്ലേ? കൊള്ളാല്ലേ? ഈ സൈഡിൽ കയറിയോ? ഓക്കെ ബൈ. भाई जो 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 चल भाई चल. इन्हें रिस्की आना है. भाई वीडियो है. फोटो നിന്നോ, ഫോട്ടോ നിന്നോ, ഞാൻ പിടിച്ചേക്കാം. അത് ക്ലോസപ്പ് എടുക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങളങ്ങനെ ഹരിഹർ ഫോർട്ടിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പറയുന്ന പോലെ അത്ര റിസ്ക് ഇല്ലെങ്കിലും കേറുന്നതിന് റിസ്ക് ഇല്ലെന്ന് പറയാം. ഇറങ്ങുന്നതിന് നമ്മൾ ഏറ്റവും ടോപ്പിലാണ്. നല്ല വ്യൂ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. പക്ഷെ ചിലതൊന്നും നമുക്ക് ക്യാമറ കാണിക്കാൻ പറ്റത്തില്ല. ക്യാമറയിൽ എത്രത്തോളം ഇത് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല ഗായ്സ്. നേരിട്ട് കണ്ടേനെ അറിയണം. ഇടുവാണ് ഗായ്സ്. അതെ, ഈ മലകളൊക്കെ കണ്ടു, അത് കാണിച്ചു തരാം ഗായ്സ്. താഴേക്ക് ഇറങ്ങാനുള്ള സമയമായി. താഴോട്ട് ഇറങ്ങുവാണ്. വെരി റിസ്കി ഷോട്ട് है भाई. वीडियो आएगा ब्रो. टेक मी दिस. ओके, मेरा भाई मी आल्सो. ओके. बैक साइड टीवी. ടൈഗർ ഫോർട്ടിന്റെ 90 ഡിഗ്രി നിൽക്കുകയാണ്. 90-80 മഴയൊക്കെ വരാതിരിക്കുന്നതായിരിക്കും. ഇവിടെ തന്നെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളൊരു ആഗ്രഹം അങ്ങനെ നടത്തിയിരിക്കുകയാണ്.